വെറുതെ ഏതെങ്കിലും കയറി വന്ന് ഒരുത്തനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും അവനെ സപ്പോർട്ട് ചെയ്യില്ല, ഒരിക്കലും അവനെ ഫോളോ ചെയ്യില്ല, അവൻ്റെ ബാക്കിൽ നിന്നേ പോകില്ല. അവനക്ക് വ്യൂസോ അവനക്ക് പൈസയോ അവനക്ക് റീച്ചോ കൂടില്ല. അതെനിക്ക് അറിയുന്നതുകൊണ്ട് അവനെൻ്റെ അത്രയും ആത്മാർത്ഥ സുഹൃത്താണ്. അവൻ ഒരിക്കലും തെറ്റ് ചെയ്യില്ല, അവൻ ഒരിക്കലും ചതിക്കൂല. അത്രയും ബോണ്ടൊക്കെ ഫേക്ക് ചെയ്തിട്ട് സ്ക്രിപ്റ്റ് ചെയ്തിട്ട് ഞാൻ അവൻ്റെ അടുത്തേക്ക് വ്യൂവർഷിപ്പ് ഞാൻ എത്തിച്ചു. അത് ഞാൻ ചെയ്ത തെറ്റാണ്. ഓക്കെ, അത് ഞാൻ ചെയ്ത തെറ്റാണ്. ഇവൻ പണ്ട് എൻ്റെ കൂടെ കുറച്ച് കാലം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവനൊരു പോക്ക് പോയി. ഇവന് കുറച്ച് പുതിയ ആൾക്കാരെ കിട്ടിയപ്പോൾ, ആരൊക്കെ കിട്ടിയപ്പോൾ എനിക്കറിയില്ല. അതിൻ്റെ ഇടയ്ക്കുള്ള കുറേ കഥകളുണ്ടാവും. ഒന്ന് പറഞ്ഞ കുറേ ലോങ്ങായിപ്പോൾ ഇവൻ പോയി. പിന്നെ ഇവൻ പൊങ്ങുന്നത് ഞാൻ ഇതായിക്കതിന് ശേഷം, അതായത് ഞാൻ ഫേമസ് ആയതിനു ശേഷമാണ് ഇവൻ എൻ്റെ അടുത്തേക്ക് പിന്നെയും വരുന്നത്. ഓക്കെ, ഈ സാധനമൊന്നും ഞാൻ ഷമീറിനെ പരിചയപ്പെടുത്തുമ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ചെറുപ്പം മുതൽ ഇതേവരെ എൻ്റെ കൂടെ കട്ടക്ക് നിൽക്കുന്ന കൂട്ടുകാരെന്നാണ്. ഓക്കെ, അങ്ങനെയല്ല. ഇത് ഞാൻ പറയേണ്ട വരുന്നത് ഗൈസ്, ഈ ഷമീറിൻ്റെ ഫേസ് തുറന്ന് കാട്ടേണ്ടി വരുന്നത് ഇന്നലെ അവർ ചെയ്ത ആ പരിപാടിക്ക് വേണ്ടിയാണ്. ഓക്കെ, 3 മാസം മുമ്പ് ഇവർ അത്രയും എൻ്റെ ഹാർട്ട് ബ്രേക്കിംഗ്, അത്രയും ഒരു ഹൊറിബിൾ ഒരു അനുഭവം എനിക്ക് തന്നിട്ട് പോയിട്ട് അതുവരെ ഞാൻ ക്ഷമിച്ചതാണ്. പക്ഷേ ഇന്നലെ വന്നിട്ട് പച്ചക്കള്ളങ്ങൾ ആ ലൈവ് മൊത്തം ഇരുന്ന് പറഞ്ഞുകൊണ്ട് മാത്രം എനിക്ക് എൻ്റെ നിരപരാധിത്വം തെളിയിക്കണം. അതിന് വേണ്ടി മാത്രമേ ഞാൻ ഇത് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഞാൻ ഫേമസ് ആയതിനു ശേഷം ഇവൻ തിരിച്ച് കയറി. ഇവൻ എൻ്റെ കൈയും കാലും പിടിച്ചിട്ട് ഇവന് റീച്ച് ആവണം, ഇവന് പൈസ ഉണ്ടാക്കണം, ഇവന് ഗൾഫിലെ ജോലി ചെയ്യാൻ പറ്റൂല. ഓക്കെ, ഗൾഫിലെ ജോലി ചെയ്യാൻ പറ്റൂല.